இவனான இந்த அரியத்தை கொன்னது. நாங்க பாத்துக்கிறோம், நீ ஒண்ணும் சொல்ல வேண்டிய தேவையில்லை. ஏறா மரியாதை ஏறா. ஞானல்ல ஏதோல ஞானல்ல வாய மூடுறான். பேசாம இருக்க மாட்டேன். இனிமே பேசின എന്റെ പെങ്ങളെ നീ കൊന്ന തൊള്ളിയിലോടാ. കൊന്നു. ഈ മൃഗത്തിനെ ഞാൻ കൊന്നു. അതിന് പകരം എന്റെ ചോര വേണ്ടവർക്ക് വരാം.
എന്തായി സുധാകർ റെഡ്ഡി? നിനക്കത് കഴിഞ്ഞോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ ജോലി വേറൊരുത്തൻ തീർത്തു. സുധാകർ ഒരുത്തൻ കൊല്ലുകയായിരുന്നു. സുധാകരന്റെ തന്തയും ഗാങ് അവനെ തട്ടിയനെ. പക്ഷെ അതിനുമുമ്പ് രക്ഷിക്കാൻ കഴിഞ്ഞു. ആ തന്തയ്ക്ക് പറഞ്ഞവനെ എനിക്കൊന്ന് കാണണം. എവിടെ ഉണ്ടവൻ? വരണം. ഇവനാണ്. പട്ടേൽ, നീ ആരാണെന്ന് എനിക്കറിയില്ല, അറിയണമെന്നുമില്ല. നിന്റെ ചോരയ്ക്ക് വേണ്ടി റെഡ്ഡിയുടെ ആൾക്കാർ തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ നീ ഭയപ്പെടണ്ട. കാരണം നീ ഇപ്പോൾ പട്ടേലിന്റെ കൂടെയാണ്. ഇവിടെ നീ എന്നും സുരക്ഷിതനായിരിക്കും. അപ്പോ ഇവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ആ വാക്ക് വിശ്വസിക്കാം. റെഡ്ഡിയല്ല ആര് വിചാരിച്ചാലും ഇവിടെ ഒന്നും നിങ്ങളെ തൊടാൻ സാധിക്കില്ല. ഇയാൾ എന്തിനാ എന്നെ രക്ഷിക്കുന്നത്? സുധാകർ റെഡ്ഡിയെ കൊന്നതിന് വേറെന്തിനാ? എന്നോ തുടങ്ങിയ പോരാ പട്ടേലും റെഡ്ഡിമാരും തമ്മിൽ ഒരു കടം പട്ടേലിന് ബാക്കിയുണ്ടായിരുന്നു. സുധാകർ, നിങ്ങളത് പട്ടേലിന് വേണ്ടി വീട്ടി. പട്ടേൽ എന്ന പേര് കേൾക്കുമ്പോ വടക്കനാണെന്നൊക്കെ തോന്നാം. പക്ഷെ ആള് മലയാളിയാണെന്നുള്ള കാര്യം ഇവിടെ അധികം ആർക്കും അറിയില്ല. കയ്യൂക്കിന്റെ ബലത്തിൽ കിട്ടിയ പട്ടമാണ്. ഇവിടെ രാത്രി തുടങ്ങുന്നതേ ഉള്ളൂ. നായാട്ടിന് വരുന്നവർക്ക് മൃഗങ്ങളെ ഒരുക്കി നിർത്തണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. അയാൾക്ക് തീരെ വയ്യ കേട്ടോ. മുറിവിൽ നിന്ന് രക്തം ഒരുപാട് പോയിട്ടുണ്ട്. ആദ്യം ഇയാൾ എവിടെയെങ്കിലും മാറ്റിക്കിടത്ത്, ഇല്ലെങ്കിൽ ചാവുന്നത് കാണേണ്ടി വരും. എന്താ മിഴിച്ചു നിൽക്കുന്നത്? അല്ല, മാറ്റി കിടത്താന്ന് വെച്ചാ ഇവിടെ ഇപ്പൊ എവിടെയാ? തൽക്കാലം എന്റെ മുറി കിടത്ത്. എന്നാ താങ്കേ. വെള്ളം വെള്ളം. അപ്പോ ദാ വെള്ളം ചോദിക്കുന്നു, വേഗം കൊടുക്ക. വെള്ളം. എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. ഇല്ല, ഞാൻ പോവാ. പോവാനോ? എവിടേക്ക്? പുറത്ത് റെഡ്ഡിയുടെ ആൾക്കാർ കാത്തിരിപ്പുണ്ടാവും. അവരുടെ പിച്ചാത്തി പിടിയിലേക്ക് ആയിരിക്കും ചെന്ന് കയറുന്നത്. ഈ മാംസച്ചന്തയുടെ പിന്നാമ്പുറത്തൊരു പട്ടിയെ പോലെ ഒളിച്ചു കഴിയുന്നതിലും ഭേദം അതാ. അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അവൻ ചത്തുന്നുറപ്പാ. എന്റെ അനിയത്തിയെ പെച്ചി ചീന്തി മരണത്തിലേക്ക് എറിയുമ്പോ എത്താത്ത നിയമം എന്നെ തേടി വരാതിരിക്കില്ല. ശരിയാവാം, പക്ഷേ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചെന്ന് ചാർന്നു. പോലീസിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പട്ടേലിൽ നിന്ന് നിഷ്പ്രയാസം സാധിക്കും. എന്നിട്ട് ജീവിച്ചിരുന്നിട്ട് എന്നിട്ട് എന്തിനാ? ആർക്കു വേണ്ടി? എല്ലാം തീർന്നില്ലേ? ചങ്കിൽ കത്തിയിറങ്ങുന്ന വേദനയുമായി ഞാൻ എന്തിനു ബാക്കി നിൽക്കണം? ദൈവം ആയുസറാതെ തന്നത് എന്തെങ്കിലും കണ്ടോണ്ടാവും. കുറച്ചുകൂടി കാത്തിരിക്കൂ. ഒരു കൂടപ്പറപ്പ് പറയും പോലെ കൂട്ടിയാ മതി.
CI റാവു പട്ടേലിന്റെ സ്വന്തം ആളാ. നിങ്ങളെ പോലീസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി പട്ടേൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അതാ റാവു ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ ഇറങ്ങി പോകാൻ തുടങ്ങിയാൽ അത് പട്ടേലിനും കൂടി കുഴപ്പം ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഈ മുറിവും വെച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ആള് എവിടെ പോവാനാ? അവിടെ കിടക്കാൻ പറ. ഉണ്ടായിടി, നിന്റെ ഉപദേശം ഇവിടെ ആരും ചോദിച്ചില്ല. സത്യത്തിൽ ഞങ്ങളോട് അല്പം ബഹുമാനത്തിൽ പെരുമാറണം. ഏയ്, ഇങ്ങനെ പല്ലിളിക്കുന്നത് തെറ്റാ കേട്ടോ.